ഹലോ ഗൈസ്, അങ്ങനെ വീട് നമ്മൾ മാഡ് ഔട്ട് 2ൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കിന്ന് മെയിനായിട്ട് ഈ പോലീസ് ഇപ്പോൾ അതിനകത്ത് GTA പോലെ തന്നെ അതിനകത്ത് സൺറൈസിൽ പോലീസിൻ്റെ സ്റ്റാർ അടിച്ചാൽ നമുക്ക് കുറേയധികം പോലീസ് വരും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇതിനകത്തുള്ള പോലീസിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗെയിം ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓപ്പണിങ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിനകത്ത് നമ്മളെ വണ്ടിയുണ്ട്. ഇപ്പോൾ നമുക്ക് വണ്ടി ആവശ്യമില്ല, നമുക്ക് ഇഷ്ടംപോലെ നാട്ടിൽ വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അവിടെ തോക്ക്, 3 ബോംബ്, പിന്നെ ഒരു ഗണ്ണ്, ഇതെല്ലാം കിട്ടും. ഇതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന റോഡിലേക്ക് ഏതായാലും വണ്ടി ഉണ്ടോ നോക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും വണ്ടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നേരെ ചാടി കയറിക്കോ. അപ്പോൾ അതാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ GTA സൺറൈസിലായാലും വൈസ് സിറ്റിയിലായാലും നമ്മൾ കളിക്കുന്ന കളി തന്നെയാണ്. അപ്പോൾ നമുക്ക് കണ്ടൊരു വണ്ടി നമുക്ക് ഇഷ്ടം, അങ്ങനെ ആ വണ്ടി നമ്മൾ എടുത്തിട്ട് നേരെ പറന്ന് പോവുകയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. അങ്ങനെ നേരെ പോയി കിട്ടുമ്പോൾ രക്ഷ കേട്ടോ. വണ്ടി മാസം ഇത് ട്രേറ്റാണ് വണ്ടി, പക്ഷേ ലോഗൊന്നും കാണുന്നില്ല, എന്നാലും കുഴപ്പമില്ല, കളിക്കാം. അപ്പോൾ നേരെ പോവാം. നമുക്ക് എന്താണ് അന്നത്തെ ടാസ്ക്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഗെയിം കളിക്കാൻ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു എയിമൊന്നും ഉണ്ടാകത്തില്ല. വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുക എന്നൊരു ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലേ. പലപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്, ഞാനങ്ങനെയാണ്. അവൻ്റെ വണ്ടി ഇടിച്ച് അവൻ്റെ ഡോറൊക്കെ ഞെടുക്കുക കേട്ടോ നമ്മൾ. പിന്നെ നമ്മളിപ്പോൾ ഇനിയിപ്പം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് തിരിച്ചു പോയിട്ട് പോലീസ് പോകണമല്ലേ, അവനെ നമുക്കൊന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർ തോന്നട്ടോ, ഒറ്റ ഇടിക്കുന്നൊരു സ്റ്റാർ കത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോലീസിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ലൈറ്റൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ വണ്ടി ആകെപ്പാടെ തരിപ്പണമായി, ഫ്രണ്ടൊക്കെ തകർത്ത്. ഇതൊക്കെ എൻ്റെ വെപ്പൺസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്ര 3 വെപ്പൺസ് എടുത്തുള്ളൂ. നമുക്ക് ഇതെന്തത്, ഇത് വാണിംഗ് കൊടുത്തില്ല ഞാൻ പോലീസ് പോകും. ഞാൻ ജസ്റ്റ് ക്രോസ് മാർക്ക് ക്ലിക്ക് ചെയ്യാണ്ട് മാത്രമാണ് പോലീസ് നമ്മുടെ 2 സ്റ്റാർ ആയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഇതിൻ്റെ ഒരു ഫോൾട്ട് ഞാൻ ഇപ്പം കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായാണ്. നമുക്ക് വണ്ടി കയറാത്തത് ഇതിനൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ എനിക്ക് പോലീസ് പിടിച്ച ഡോറിൽ നമ്മൾ വണ്ടിക്കകത്തിരുന്ന് പോകും. പിന്നെ വണ്ടിക്ക് നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല, വണ്ടി നമുക്ക് ഓട്ടിക്കാനും പറ്റത്തില്ല, വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിനൊരു അവസരം വേണമല്ലോ, എങ്ങനെ ഇതിന് രക്ഷപ്പെടാം എന്നും കൂടി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ കുറേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം പോലീസും മറ്റു കാര്യങ്ങളൊക്കെ അവൻ്റെ ബാക്കിൽ നിന്ന് തന്നെ ഫോളോ ചെയ്ത് വരും. ഇപ്പോൾ 2 സ്റ്റാർ ആയപ്പോഴേക്കും വാനാണ് വരുന്നത്, ഒരു വാൻ. നോക്കാം എന്തായാലും. ആ സൈഡിൽ കിടന്ന് കറങ്ങുന്നുണ്ട്, നമ്മൾ നിർത്തുന്നില്ല. തട്ടിയിട്ടും എനിക്ക് കണക്കില്ല, ഞാൻ വണ്ടിക്കകത്തിരിക്കുക. മറ്റൊരു പോലീസിൻ്റെ യൂണിഫോം മാറി കേട്ടോ, ഒരു യൂണിഫോം ബ്ലാക്ക് യൂണിഫോം. ആദ്യം തന്നെ പിടിച്ച പോലീസിൻ്റെ യൂണിഫോം നീലയായിരുന്നു, അവൻ്റെ യൂണിഫോമിൻ്റെ നിറം ബ്ലാക്കാണ്. അവൻ യൂസ് ചെയ്യുന്ന ഗണ്ണും വേറെ ഏതൊരു ഗണ്ണാണ്, കാരണം സൈലൻസറൊക്കെ ഫിറ്റ് ചെയ്തൊരു ഗണ്ണാണ്. എൻ്റെ മോനെ അവൻ വന്ന് ഇടിച്ചപ്പോഴാണ് എൻ്റെ വണ്ടി റെഡിയായത്. പക്ഷേ നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം. കാരണം അവൻ വന്ന് ഇടിച്ചപ്പോഴാണ് വണ്ടി എനിക്ക് ഇവിടെ നനക്കാൻ പറ്റുക. അതുവരെ ഞാൻ സ്റ്റക്കായിരിക്കായിരുന്നു ഇവിടെ. അതെന്താണെന്ന് അറിയത്തില്ല, ഗെയിമിൻ്റെ ഫോൾട്ടാണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓടിച്ച് കളിക്കാം. എന്തായാലും എൻ്റെ മോനെ ഈ ഒരു സ്കിഡ് ചെയ്യാത്തതിൻ്റെ ഒരു സ്മോക്ക് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എങ്ങനെ തന്നെ കളിക്കുന്നത്. ഒരു മെഴ്സിഡസിൻ്റെ ബെൻസിൻ്റെ വണ്ടിയാണ് നമുക്ക്. അപ്പോൾ അതിൽ കയറിപ്പോൾ നല്ല സ്പീഡായിരിക്കും. അപ്പോൾ എന്നാലും ബെൻസിൽ കയറിയിട്ട് ആദ്യം ഞങ്ങൾ സബ്രീകരിക്കാം. ഇങ്ങോട്ട് ഇറങ്ങടാ. നേരെ വണ്ടി കയറി പാട്ടൊക്കെ ഓഫ് ചെയ്തോ. അയ്യോ പണിപ്പാളി ഗൈസ്. സെയിം ഇഷ്യൂ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം ഇഷ്യൂ ഇതിനെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറെ രസമാണ് വണ്ടിക്കകത്തിരിക്കാൻ. പിന്നെ എന്താണ് നമുക്ക് നോക്കാം, പോലീസുകാർ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഏതെങ്കിലും വണ്ടി ഒന്ന് പുറകെ തട്ടിയാൽ വന്ന സ്പീഡ് തട്ടിയാൽ മാത്രമേ അനങ്ങിയാൽ മാത്രമേ പറ്റുള്ളൂ. ഏറ്റവും മോനെ ആ വെടിവെക്കകത്ത് ബുള്ളറ്റ് ആ ഒരു തുളച്ച് കയറുന്നു ഗ്ലാസ്സിൽ. അത് കറക്റ്റ് ഒരു എന്താ പറയുക റിയാലിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്ലാസ് പൊട്ടി. അപ്പോൾ നമുക്ക് വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഇങ്ങനെ ചില കാര്യങ്ങൾ നോക്കാത്ത ഒരു വൈബ് തന്നെയാണ്. നമുക്ക് ആസ്വദിച്ചിരിക്കാനകത്ത് എന്താണ് ചെയ്യാൻ അറിയാൻ നമുക്ക് ഒരു ഗെയിമിൻ്റെ ഒരു ഫോൾട്ടാണ്. പക്ഷേ എന്താ പറയുക, നമുക്കത് എൻജോയ് ചെയ്യാം. അതായത് വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കാം. 1 2 3 പോലീസ് വണ്ടിയുടെ എന്നെ തകർത്തിട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുത്തൻ ഡോറ് പിടിച്ച് കളിക്കുന്നു, ഒരുത്തൻ വെടിവെക്കുന്നു. ഈ 3 വണ്ടിയുള്ളൂ, 2 സ്റ്റാറേ കത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. അതായത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. നമുക്ക് ഇരുന്നിട്ട് എന്താണ് അവരെ ഒരു ഫൈനൽ ഡിസിഷൻ. നേരത്തെ വണ്ടി ഇടിച്ച് നമുക്ക് ഇപ്പോൾ എന്താണെന്ന് നോക്കട്ടെ. ഇത് 4മതും ഒരു പോലീസ് വണ്ടി ലൈറ്റ് കത്തിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. 1 2 ബാക്കിൽ നിന്ന് തള്ളിയപ്പോൾ ഞാൻ റെഡി ആട്ടോ. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. റിവേഴ്സ് എടുത്തിട്ടുണ്ട്, തട്ടി തീപ്പൊരിയൊക്കെ പറപ്പിക്കുക. 3 2 പുറകെ വരുന്നുണ്ട്. നമുക്ക് ആമാരെ എന്തായാലും ശരിപ്പെടുത്താം, അങ്ങനോട്ട് പറ്റത്തില്ലല്ലോ. എന്തായാലും നമുക്ക് സ്റ്റാർ മാക്സിമം കത്തിക്കാനാണ് എൻ്റെ പ്ലാൻ. എത്രത്തോളം വർക്കൗട്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ആമാരെയൊക്കെ പോയി ഇടിച്ചു പോലെ വണ്ടി കൊണ്ടിട്ട് സ്പീഡ് ചവിട്ടി കയറ്റിട്ട് നല്ല സ്പീഡുണ്ടോ വണ്ടി കേട്ടോ. മറ്റേ മോനെ ഇടിച്ച് എന്നാൽ മറ്റൊരു ബോക്സില്ലേ, ഒരു റെഡ് ബോക്സ് ആണ് കിടക്കുന്നത്. ഒരു പോലീസിനെ കൊല്ലുമ്പോൾ ഒരു റെഡ് ബോക്സ് കാണും. അത് ക്ലിക്ക് ചെയ്യുന്ന നമുക്ക് ആ ഒരു ഹെൽത്ത് നമുക്ക് കയറും. പിന്നെ ഒരു ഗണ്ണും കിട്ടും നമുക്ക്. ഇത്തവണ ഏതായാലും ഗണ്ണ് കിട്ടിയില്ല. സാറിന് പോലീസിനെയൊക്കെ ഇടിച്ചു കൊല്ലാത്തൊരു ഗണ്ണ് അവിടെ കിടക്കുന്നതാണ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ചെറിയ വണ്ടിയൊക്കെ എടുത്ത് മാറ്ററി എന്തായാലും പോട്ടെ. വെടി വയ്ക്കുന്നുണ്ടോ അവന്മാർ കേട്ടോ. ഒറ്റ തട്ടാണ് അവൻ ചത്ത് കേട്ടോ. ചെറുതായിട്ടൊന്നും തട്ടേ ഉള്ളൂ, അവൻ തെറിച്ച് പോയി. ഇതിപ്പം എൻ്റെ മോനെ ഇവരെ വീടിൻ്റെ അടുത്തുള്ള അതിർത്തിയൊക്കെ ഇടിച്ച് തകർക്കുക തോന്നുന്നത്. ഇപ്പോൾ
ഇത് അമ്മ ഇടിച്ചു കൊല്ലാൻ വേണ്ടി ഞങ്ങളത് വട്ടം കറക്കണം കേട്ടോ. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഇടിച്ചിട്ട് നാട്ടുകാരെ റോഡിൻ്റെ സൈഡിലെ ആൾക്കാരൊക്കെ വീടിൻ്റെ വേലിയാണ് താർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് അവനെ പിടിച്ച് ബാക്കിലോട്ട് വെക്കിയിട്ട് അവനെ ഇടിച്ചിടാൻ എൻ്റെ വെടിവെക്കുന്നില്ല, അവനെ ഇടിച്ചിടണം. നേരെ കൂടെ ഒറ്റ പക്ഷേ അവൻ്റെ ലൈഫ് കുറച്ചും കൂടി കുറവുണ്ട്, നമുക്ക് കഴിഞ്ഞാൽ ചാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് നിർത്തിയിട്ട് തിരിച്ചു പോയി നേരെ പോയിട്ട് ഒരൊറ്റ ഇടി. പോട്ടെ ഇടി. യെസ്, ഒരു തോക്കും കിട്ടി, ഒരു ലൈഫും കിട്ടി. ഇതാണ് ഇപ്പോൾ 2 പോലീസുകളുണ്ട്. ഇതുവരെ 2-3 പോലീസിനെ കൊന്നിട്ടും ഇത് 2 സ്റ്റാർ ആയിട്ടുള്ളൂ. ഇവനെയും കൊല്ലാം. അവനെ തീർത്തപ്പോഴേക്ക് നമുക്ക് 3 സ്റ്റാർ അടിച്ചിരിക്കുകയാണ്. ടോട്ടൽ 5 സ്റ്റാറുണ്ട്. ഇപ്പം നമ്മൾ 3 സ്റ്റാർ അടിച്ചിരിക്കണം. അപ്പോൾ ഈ 3 സ്റ്റാറും കൊണ്ടാണ് നമ്മൾ കളി എന്ന് പറയുന്നത്. എന്തായാലും നോക്കാം എവിടെ വരെ എത്തുമെന്ന് അറിയാമല്ലോ. ഇപ്പം നമുക്ക് നേരെ പോയിട്ട് വേറെ എടുത്തുകൊണ്ട് ഇടിച്ച് കൊല്ലാം. വണ്ടിയിലൊക്കെ വെള്ളം നോക്കിയാണ്, ബോണറ്റും എല്ലാളായി പറഞ്ഞ് പോയി. എപ്പോഴും വീഡിയോ വെച്ചുകൊണ്ടിരിക്കണം. മരോഷൻ്റെ ബുള്ളറ്റ് ഷോട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ബാക്കിലൊക്കെ വെടിയുള്ള നേരത്ത് ആ ഒരു ഇത് വീഴുന്നത് അതിനൊക്കെ നല്ല രസമുണ്ട്, ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥയെന്ന്. എന്തായാലും ഇടിച്ച് നിർത്തിക്കാൻ എല്ലാവരെയും. എന്തായാലും മറ്റേ 2 പോലീസിനെ കൊന്ന് നോക്കാം. അപ്പോഴത്തേക്കും സ്റ്റാറിൻ്റെ എണ്ണം കൂടുമെന്ന് തോന്നുന്നത്. ഈ ഒരു വണ്ടി എടുക്കാം, നല്ല വണ്ടി. കാരണം എൻ്റെ വണ്ടി ഫുള്ള് പോയി അമ്മമാർ വെടിവെച്ച് നശിപ്പിച്ചതാണ്. അപ്പോൾ എന്തായാലും അതൊരു ബെൻസിൻ്റെ ഒരു പഴയ വണ്ടിയാണ്. അപ്പോൾ അതിനെ നമുക്ക് എടുക്കാം. വേലിയൊക്കെ ഇടിച്ച് പൊളിച്ച്. അപ്പോൾ നമുക്ക് ആ വണ്ടി കയറി പിടിച്ച് പുറത്തിറക്കണം. ഇറങ്ങിപ്പോടാ. ബാക്കിൽ നിന്ന് കൊണ്ടിച്ച് ഇവിടെ വണ്ടികൾക്കൊന്നും ബ്രേക്കില്ല, എന്തൊക്കെ ഇടിച്ചിട്ടാണ് നിർത്തുന്നവന്മാർ. എൻ്റെ സൗണ്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ വണ്ടി ഓടിക്കകത്ത്. അത് പഴയൊരു വിൻറ്റേജ് മോഡൽ ബെൻസാണ് നമ്മളെ കയ്യിരിക്കുന്നത്. നമുക്ക് ഇതും കൊണ്ടാണ് ബാക്കി പോലീസുകാർ അടിച്ചു കൊല്ലാം. ഇതെന്തോട് ഇത് എൻ്റെ മോനെ, കുറേ ബാരിക്കേഡിൽ 3 പോലീസുകാരൊന്ന് തകർത്ത് പിടിക്കുക കേട്ടോ. വണ്ടി എടുത്ത വണ്ടി കോല് പോയി. ഇപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് തിരിച്ചു പോയിട്ട് അമ്മയെ ഇടിച്ചാലൊന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് നേരെ ഒട്ടിച്ച് പോകാം. നേരെ പോയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും എടുത്ത് ഇടിച്ച് തെറിപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ തെറിപ്പിക്കുന്ന വിഷയമാണ്. ഇപ്പം എല്ലാവരും വണ്ടിയും കൊണ്ട് ബാക്കിൽ നിന്ന് എല്ലാ പോലീസുകാരും പടാളെ വരുന്നുണ്ട്. അതുകൊണ്ടൊരു പോലീസ് 3 സ്റ്റാർ കത്തിയിട്ട് അത്ര വലിയതായിട്ടൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ എന്തായാലും പോയി നോക്കാം. ഇപ്പോൾ ആരെങ്കിലും ഒരാളെ കൊന്നിട്ട് നാലാക്കാം. എൻ്റെ മോനെ ബോണറ്റൊക്കെ തെറിച്ച് പോയി. ഇതെന്താ അത് കൊണ്ട് കുത്തി വയ്ക്കാം കേട്ടോ വണ്ടി. എവനാട്ടോ അത് മാറടേ മിറ്റാണ്. ഇടിച്ച് തെറിപ്പിച്ചേട്ടോ, വേലിയൊക്കെ പൊട്ടി തെറിച്ച് വണ്ടി വലിക്കുന്നില്ല അവിടെ. എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം, ചവിട്ടി വിടാം. അമ്മമാർ സമ്മതിക്കുള്ളൂ പോലീസുകാർ. എന്തായാലും ഈ വണ്ടി എടുക്കാം, ബ്ലാക്ക് വണ്ടി. ഇത് നിർത്തിയിട്ട് നമുക്ക് ബ്ലാക്കിലോട്ട് കയറാം. എന്നിട്ട് മോനെ തകർക്കട്ടെ. നമ്മുടെ ഗണ്ണൊക്കെ മാറി കേട്ടോ. 3 സ്റ്റാർ ആയപ്പോൾ അമ്മമാരെ ഗണ്ണ് മാറി ആ വണ്ടി കയറിക്കൊണ്ട് വണ്ടിക്കാരെ പേടിച്ചു ഓടും. ഇതിൽ അവരെ ഗണ്ണൊക്കെ നല്ല വ്യത്യാസം കേട്ടോ. 3 സ്റ്റാർ എത്തിയപ്പോൾ പോലീസിൻ്റെ ഇരിക്കുന്ന ഗണ്ണ് നല്ല വ്യത്യാസമുണ്ട്. കാരണം AK-47 അങ്ങനെ നമുക്ക് സാധനം നമ്മൾ യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഒട്ടം കൂടി പിടിക്കുക. എന്തായാലും വണ്ടി കയറി ലൈഫ് കുറവാണ്. വണ്ടി കയറുമ്പോൾ അമ്മമാർ പിടിച്ചിറക്കുന്നു. 4-5 പോലീസുകാർ നട്ടം നിൽക്കുക. എങ്ങനെ രക്ഷപ്പെടുന്ന ഉറപ്പില്ല. എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം. ഒറ്റ പിടിക്ക് ചത്ത്. അങ്ങനെ പോലീസുകാരുമായിട്ട് വന്നൊരു സംഘടന കഴിഞ്ഞിട്ട് ഇപ്പം പുറത്തിറങ്ങി മുന്നോട്ട് പോയി നോക്കാം. ഇതേതൊരു പണയല്ല അവിടെ നിർത്തി തോന്നുന്നു. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ചുറ്റും നോക്കാം. നമുക്കിവിടുന്ന് ഏതെങ്കിലും വണ്ടിയോ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ആരുമില്ലേടെ പോയി. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇതേതാ സ്ഥലം? എന്തായാലും മുന്നോട്ടൊന്നും പോയി നോക്കാം. അപ്പോഴത്തേക്കും സന്ധ്യയായി. മാപ്പ് നോക്കട്ടെ. മാപ്പ് നോക്കാത്ത അടുത്ത് തന്നെ റോഡുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല അങ്ങോട്ട് നടക്കാം. ഗണ്ണ് കൈ ഇടുന്നു കഴിഞ്ഞാൽ സ്പീഡ് ഇടത്തില്ല. അപ്പോൾ ഗണ്ണ് മാറ്റിയിട്ട് നമുക്ക് ഓടിക്കളയാം. എന്തായാലും ഓടി മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ്. ഇത് ഗൈസ്, ഇത് ഫുള്ള് മണ്ണും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക സ്ഥലം എന്ന് വെച്ചാൽ. ഇത് വല്ലാത്ത നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. നമുക്കൊരു റിയാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇപ്പോൾ നമുക്ക് ചുറ്റും നോക്കാം. ഒരു വണ്ടി നമുക്ക് പിടിക്കണം. മസ്ത്. എൻ്റെ മോനെ ഒരൊറ്റ ഇടി ഇതാ അടക്കുന്ന കപ്പലണ്ടി മണ്ണാക്കും. ഇവനെ നമുക്ക് വെറുതെ നല്ല വണ്ടി. സത്യം പറയാൻ വെടിവെച്ചിടാന്ന് വിചാരിച്ചത്, പക്ഷേ വേണ്ട. നല്ല മസ്താങ്ക് നല്ല വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഒരു മസ്താങ്ക് ഡ്രൈവ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് കൊണ്ട് ഫീൽ ചെയ്യാം നമുക്ക്. സൗണ്ടൊക്കെ രക്ഷയില്ല, വണ്ടി മാസ്. നമുക്കൊരു എന്താ പറയുക, ഒരു വണ്ടിയുടെ ഒരു സൗണ്ടാണ് കേട്ടോ. അത് നല്ല നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മസ്താങ്ക് ഓടിക്കുമ്പോൾ ആ ഒരു ഫീൽ, ആ സൗണ്ട് നമുക്ക് കറക്റ്റ് കിട്ടുന്ന വണ്ടിയിൽ. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് നേരെ പോകാം. നമുക്ക് നേരെ പോയിട്ട് ഈ സ്മോക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സ്മോക്ക് അടിച്ചത് വണ്ടിയുടെ പരുവ ഇതായി. 2 ഇടിച്ചപ്പോഴേക്ക് വണ്ടി ഇതായി. ഇതെന്താ അടി കളിക്കുന്നത്? നമുക്ക് തൽക്കാലത്തേക്ക് ഒരു സ്പോർട്സ് കാർ എടുക്കാം. ഒരു സ്പോർട്സ് കാർ ഫണ്ടിൽ കിടപ്പുണ്ട്. ഏത് വണ്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് അതിൽ കയറാം. ഓടിപ്പോയിട്ട് അതിൽ കയറാം. എന്തായാലും ഇവനെ അങ്ങോട്ട് ഇറങ്ങടാ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഓടിക്കട്ടെ. സ്പോർട്സ് കാർ കയറി പറപ്പിക്കട്ടെ. പറപ്പിച്ചിട്ട് പാപ്പാ.
നേരെ പറന്ന് പോവുകയാണ്. ഇനി നമുക്ക് നേരെ ഇതും കൊണ്ട് പോയിട്ട്, പക്ഷേ സ്പീഡ് മറ്റ് നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ വണ്ടിയിൽ അത്ര പവറൊന്നും ഇല്ല കേട്ടോ. കാഴ്ചയിൽ ഭയങ്കര ലുക്കൊക്കെ ആണെങ്കിലും പക്ഷേ ആ ഒരു പവറില്ല. ഇത് മാക്സിമം പോവുകയാണെങ്കിൽ നമുക്ക് എത്ര പോകും നോക്കാം. സ്പീഡ് ഒരു 208. ഒറ്റ ഇടി ഇടിച്ചിട്ട് വണ്ടിയുടെ കൺട്രോൾ പോയി. എല്ലാം ഇടയിൽ തെറിച്ച് വണ്ടിയുടെ കോലം നോക്കിയാൽ ഫുള്ള് തകർന്നു കേട്ടോ. എൻ്റെ ഒറിജിനാലിറ്റി ആ കാര്യത്തിൽ ഓക്കെ കേട്ടോ. വണ്ടി ഇടിക്കാൻ നേരത്ത് ആ ഒരു പാർട്സ് ഉണ്ടാകുന്ന ഡാമേജ് നല്ല രസമുണ്ട് കാണാൻ. ഒരു റിയാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. ഇമാരൊക്കെ വണ്ടി ഇങ്ങോട്ട് മാറിയിരിക്കും. അങ്ങോട്ട് സ്പീഡ് മാക്സിമം എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് മാക്സിമം കയറ്റി ഒക്കെ എത്ര ഉണ്ടെന്ന്. എന്തായാലും 210, 12, 212 കേട്ടോ മാക്സിമം. ഞാൻ അവിടെ കയറുന്നൊന്നുമില്ല. 212 എൻ്റെ മാക്സിമം സ്പീഡ് നടക്കുന്നത്. പക്ഷേ മറ്റേ നമ്മൾ ആ വണ്ടി 200 ഇടിച്ച് പൊളിച്ച് തകർത്ത്. ഇപ്പോൾ 212 മാക്സിമം. എന്തായാലും ഇടിച്ച് പൊളിഞ്ഞ് അവിടെ എന്തായാലും വണ്ടി. ഇവനെ നമുക്ക് വെടിവെച്ച് തകർത്താം. യു ശിവനെ കൊണ്ട് ഓടിയാവും ചത്ത ഇല്ലേ അറിയാൻ പറ്റില്ല. ബാക്കി പോലീസ് കൊണ്ട് നമുക്ക് വരുത്താൻ നോക്കാം. 2 സ്റ്റാർ എത്തി. എന്തായാലും ഈ വണ്ടി നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് വെടിവെച്ച് തകർക്കാം. റീലോഡ് ചെയ്യട്ടെ. തകർക്കട്ടെ. ആ ബുള്ളറ്റ് ഷോട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടെ. ഈ ഒരു പരിപാടിയും അടിപൊളി. ഒന്ന് മര്യാദയ്ക്ക് നിൽക്കാൻ നമ്മൾ ഇവിടെ എപ്പോൾ ഇടിച്ച് കൊന്നോളാം അല്ലേ. മിക്കവാറും ഞാൻ ചാവും ഗൈസ്. ഇത് 2 ലൈഫേ ഉള്ളൂ. പോലീസിനുണ്ടെങ്കിൽ പോലീസിനോട്ട് കിട്ടിയത് എടുത്തുകൊണ്ട് പോകും. ഇതേമാതിരി ഗൺ ഷോട്ടാണ് സഹിക്കാൻ മേലത്ത്. അതേമാതിരി ചെറ പറയാൻ വെടിവെച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിന്നൊക്കെയാണ് നോക്കുക. ചെറുതായിട്ടൊന്ന് സ്റ്റാർ എത്തിയത് നമ്മൾ എല്ലാം കൂടി കൂടും പറഞ്ഞ് ഇറങ്ങി വരികയും ചെയ്യും. വെടിവെച്ചിടുകയും ചെയ്യും. എന്തായാലും നമുക്ക് നമ്മൾ മാക്സിമം ഒരു 5 സ്റ്റാർ പോലീസിനെ അടിക്കാൻ നോക്കാം. ശ്രമം പാഴാവും നിർത്തില്ല. വണ്ടിയൊക്കെ മാത്രം എടുത്ത് എന്തായാലും നമുക്കൊന്ന് പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് പോയിട്ട് എന്തായാലും സൺസെറ്റ് അടിപൊളി ദൂരെ. ഇനിയിപ്പോൾ നമുക്ക് അതിനോട് തന്നെ ഇടിച്ച് തകർക്കാം എന്തായാലും. അപ്പം നമുക്ക് നേരെ പോയിട്ട് ഒരു പോലീസിനെ ഇടിച്ച് കൊല്ലാം. നേരത്തെ അവിടെയല്ലേ പോലീസ് നിന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇടിക്കാം. മാറിയിക്കടേ. മര്യാദയ്ക്ക് ജീവിക്കാൻ നന്നായിട്ടില്ല. എന്താ വരുന്നു തൊപ്പിയിട്ടാ ബാക്കിൽ നിർത്തി പിടിക്കാൻ വേണ്ടി. ഡോർ തുറന്ന് പുറത്തിടാൻ അവൻ്റെ പരിപാടി. ഞാൻ പറക്കൂലേ നമ്മളെ. അടിപൊളി വണ്ടി. എനിക്കിന്ന് ബെൻസിൻ്റെ ഒരു 2 സീറ്റർ വണ്ടിയാണ് പോകുന്നത്, സ്പോർട്സ് കാറ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിലേ കയറി പോവാം. അതിൽ കയറിയിട്ട് നമുക്ക് പറപ്പിക്കാം. അതാ പിന്നെ നമുക്ക് പിടി എടുത്തില്ല. എന്നിട്ട് മോനെ അടിപൊളി വണ്ടി കേട്ടോ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചത്ത് അടിപൊളി. അപ്പോൾ ബാക്കി അടുത്തേ കാണാം.